ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു അടിപൊളി നല്ല ടേസ്റ്റിയുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊന്നും കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണേ. ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ. ബാക്കി വരുന്ന പാല് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ഷുഗറിൻ്റെ എത്ര വേണോ അത്രത്തോളം നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. എന്നിട്ടിത് നല്ലോണം ഒന്ന് ഇളക്കി നല്ല യോജിപ്പിച്ച് അധികം കുറുകി പോകാത്ത എന്നാൽ ഒട്ടും ലൂസ് അല്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതുപോലൊരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക നമ്മുടെ ബ്രെഡ്. അതിന് മുകളിലേക്ക് നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് നല്ലോണം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഒരു ലെയറും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും ഇതുപോലെ തന്നെ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ അണ്ടിപ്പരിപ്പാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതും കൂടി ഞാനത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബൂസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പുഡിങ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.